ചില ആൾക്കാർ എത്ര തിന്നാലും തടിക്കൂല. ചില ആൾക്കാർ എത്ര മെനക്കെട്ടാലും തടി കുറയില്ല. അതെന്താ കാരണം? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാ. ഒരാളുടെ BMR എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ ബേസിക് മെറ്റാബോളിക് റേറ്റിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണം. പക്ഷേ വളരെ നാടനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോഴിക്കോട്ന്ന് കൊണ്ടോട്ടിക്ക് ഒരു കാറേറ്റ് പോവാണ്. എന്നിട്ട് തിരിച്ച് കോഴിക്കോടിലോട്ടന്നെ എത്താൻ രൂ. 500 എണ്ണ വേണമെങ്കിൽ നമ്മളൊരു രൂ. 1000 എണ്ണ അടിച്ച്. അപ്പം തിരിച്ച് കോഴിക്കോട് എത്തുന്ന സമയത്ത് അയാളുടെ വണ്ടിയിൽ രൂ. 500 എണ്ണ ബാലൻസ് ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് കലോറി എക്സസ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം എത്രയാണോ അതിൽ കൂടുതൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ എത്രയായാലും തടി കുറയില്ല. ചില ആളുകൾക്ക് രൂ. 500 എണ്ണ വേണ്ടിടത്ത് അയാൾ രൂ. 300 അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അയാൾ പിന്നെ കൊണ്ടോട്ടി എത്തി തിരിച്ച് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി സ്റ്റോപ്പാവും. ഓൾറെഡി അയാളെ വണ്ടിയിൽ എണ്ണ ഉണ്ടെങ്കിലേ അയാൾ കോഴിക്കോടേക്ക് എത്തുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് കലോറി ഡെഫിസിറ്റ്. അപ്പോൾ ഒരാൾക്ക് നല്ല തടിയുള്ള ആളാണെങ്കിൽ ശരിക്കും എത്ര കലോറി ആവശ്യമുണ്ടോ അതിൽ കുറഞ്ഞ് കലോറി ഡെഫിസിറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ അയാളുടെ തടിയിൽ നിന്ന് കലോറി ബേണായി പോവുള്ളൂ. അതല്ല, തടി കുറവുള്ള ആളാണെങ്കിൽ രൂ. 500 എണ്ണ വേണ്ടിടത്ത് രൂ. 1000 എണ്ണ അടിക്കണം. എന്ന് പറഞ്ഞാൽ കലോറി എക്സസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം. അയാൾക്ക് എത്ര കലോറി ആവശ്യമുള്ളൂ? ഒരു 1500 കലോറി ഡെയിലി ആവശ്യമുള്ളൂ. അയാൾ 2000 2500 കലോറി ഡെയിലി കഴിക്കണം. പക്ഷേ കഴിക്കുന്നത് വെറും കാർബ്സ് ആയി പോരുത്. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം അയാൾ കഴിക്കേണ്ടത്.